പാർട്ടിയുടെയും സമീപനം. CPM ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം ആയിരുന്നു. ഈ അഭിമുഖം നടത്തിയ മഞ്ജുഷ് ഗോപാൽ തന്നെയാണ് ഇപ്പോൾ ചേരുന്നത്. മഞ്ജുഷ, കേരളത്തിൽ ശബരിമലയിലെ യുവതീ പ്രവേശനം കാലങ്ങളോളം ചർച്ചയായി നിന്ന സാഹചര്യം, ആ യുവതീ പ്രവേശനത്തിന് അനുകൂലമാകുന്ന വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് സർക്കാർ നിലപാട് അതായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴിതാ വൈരുദ്ധ്യാത്മകത എന്ന് MA ബേബി പറയുമ്പോൾ പോലും കൃത്യമായൊരു നിലപാട് മാറ്റം എന്ന് തന്നെയല്ലേ MA ബേബിയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? അഭിലാഷി, ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ഒരു നിലപാട് തുറന്നു പറയുവാൻ CPM മടി കാണിക്കുന്ന ഒരു സമയമാണ്. അതേസമയം നിലപാട് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം എന്നുള്ള നിലപാടിൽ നിന്ന് തെന്നിമാറി അത് വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷണത്തിന്, അവരുടെ വിശ്വാസത്തിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് CPM എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിലും പ്രതിഫലിക്കുന്നത്. പക്ഷെ അവിടെയും ഒരു ഇരട്ടത്താപ്പ് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതായത് ഒരേ സമയം വിശ്വാസികൾക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരും ഇടതുപക്ഷവും എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഈ നവോത്ഥാന മൂല്യങ്ങളിലും ഞങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല അങ്ങനെ സ്ഥാപിക്കുവാനാണല്ലോ സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. ഇപ്പോൾ MA ബേബി ഇതിന് കൃത്യമായ ഒരു വിശദീകരണം കൂടി നൽകുകയാണ്. എന്താണ് പാർട്ടിയുടെ നിലപാട്, എന്താണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്? അതിൽ MA ബേബി പറയുന്ന കാര്യം, ഇപ്പോൾ ശബരിമലയിൽ യുവതീ പ്രവേശനം സാധ്യമാക്കുക എന്നത് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും മുന്നിലുള്ള ലക്ഷ്യമല്ല, മറിച്ച് അവിടെ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നതാണ് പാർട്ടിയും ഇടതുപക്ഷവും ഉദ്ദേശിക്കുന്നത്. അതിനാൽ തുല്യത എന്ന കാര്യത്തിന്, അതാണല്ലോ എന്നും CPM ഉയർത്തിക്കാട്ടുന്നത്, സ്ത്രീ പുരുഷ തുല്യത, അവിടെ ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല, ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് അങ്ങനെ ഒരു നിലപാട്, തുല്യതയ്ക്കെതിരെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചാൽ എന്നതാണല്ലോ. പക്ഷെ ഇവിടെ MA ബേബി പറയുന്നത് തുല്യതയിലേക്ക് എത്തിച്ചേരാൻ സമയമെടുക്കും, അതിന് ആദ്യം വേണ്ടത്, വിശ്വാസ കാര്യത്തിൽ ആദ്യം വേണ്ടത് സമവായമാണ്, അതിന് തയ്യാറാണെന്നാണ്. പക്ഷെ അവിടെയും വൈരുദ്ധ്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2018 സുപ്രീം കോടതിയുടെ വിധി വന്ന സമയത്ത് ഇങ്ങനെ ഒരു സമവായത്തിന് വേണമെങ്കിൽ അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും നിലപാട് ഉയർത്തിക്കാട്ടുവാനാണ് സർക്കാർ ശ്രമിച്ചത്, പാർട്ടിയും ഇടതുപക്ഷവും ശ്രമിച്ചത്. അവിടെ ഒരു സമവായത്തിന്റെയും സാധ്യതകൾ തേടിയില്ല. അത് മാത്രമല്ല, സുപ്രീം കോടതിയിൽ പല റിവ്യൂ ഹർജികൾ വന്നപ്പോഴും, യുവതി പ്രവേശനത്തിനെതിരായ റിവ്യൂ ഹർജികൾ വന്ന സമയത്തും സംസ്ഥാന സർക്കാർ അതിനെ അനുകൂലിച്ചില്ല. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്, അവിടെ വലിയ തോൽവി LDF ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് പാർട്ടിയും മുന്നണിയും സർക്കാരും എത്തിയത് എന്ന കാര്യത്തിലും സംശയമില്ല. അത് പൊതുസമൂഹത്തിന് ബോധ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് തുറന്നു പറയുവാൻ സർക്കാർ ഇടതുപക്ഷവും മടി കാണിച്ചത്